ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇതിൽ എയർ ക്ലീനർ, എയർ ഫിൽട്ടർ, ഫീഡ് പമ്പ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഇഞ്ചക്ടർ, ഗവർണർ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനിലെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത്താണ് സ്റ്റോറിംഗ് ഓഫ് ഫ്യൂവൽ, അതായത് ഇന്ധന ശേഖരണം. എൻജിൻ പ്രവർത്തനത്തിനാവശ്യമായ ഇന്ധനം സംഭരിച്ചു വെക്കുന്നത് ഫ്യൂവൽ ടാങ്കാണ്. രണ്ടാമത്തെ പോയിന്റാണ് ഫിൽറ്ററിംഗ്. അപ്പോൾ ഡീസലിലെ വാട്ടർ കണ്ടൻറ്റും പൊടിപടലങ്ങളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഫിൽറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ടാങ്കിൽ നിന്നും ഫീഡ് പമ്പ് വലിച്ചെടുക്കുന്ന ഡീസലിലെ ഇമ്പ്യൂരിറ്റീസിനെ അരിച്ചു മാറ്റുന്നത് പ്രൈമറി ഫിൽറ്ററാണ്. ഫീഡ് പമ്പിൽ നിന്നും ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പോകുന്ന ഡീസലിനെ വളരെ ചെറിയ ഇമ്പ്യൂരിറ്റീസ് വരെ അരിച്ചെടുക്കുന്നതാണ് സെക്കൻഡറി ഫിൽറ്ററിൻ്റെ ഉപയോഗം. മൂന്നാമത്തെ പോയിന്റാണ് ഡെലിവറി ഓഫ് ഫ്യൂവൽ ടു ഇഞ്ചക്ഷൻ പമ്പ്, അതായത് ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഡീസൽ എത്തിക്കുക. അപ്പോൾ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ആവശ്യമുള്ള ഡീസലിനെ എത്തിക്കുന്നത് ഫീഡ് പമ്പാണ്. നാലാമത്തെ പോയിന്റാണ് ഇൻജക്റ്റിംഗ് ദ ഫ്യൂവൽ ഇൻ ടു എൻജിൻ സിലിണ്ടേഴ്സ്, അതായത് സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യുക. അപ്പം എൻജിൻ ആവശ്യങ്ങളനുസരിച്ച് ഡീസലിനെ പ്രഷറൈസ് ചെയ്ത് കണിക രൂപത്തിൽ എൻജിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കൃത്യസമയത്ത് സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇഞ്ചക്ഷൻ പമ്പും ഇഞ്ചക്ടറും ചേർന്നാണ് ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ചാണ് ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും ഡീസലിനെ ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നത്. അടുത്ത പോയിന്റാണ് കൺട്രോളിംഗ് ദ എൻജിൻ സ്പീഡ്, അതായത് എൻജിൻ്റെ വേഗത നിയന്ത്രിക്കുക. അപ്പം ലോഡ് കുറയുന്നതിനനുസരിച്ച് ഡീസൽ എൻജിൻ്റെ വേഗത അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് ഗവർണേഴ്സാണ്. ഇതിനു പുറമെ എൻജിൻ്റെ പരമാവധി വേഗത നിയന്ത്രിക്കുന്നതും ഡീസൽ സപ്ലൈ നിയന്ത്രിക്കുന്നതും ഗവർണർ ആണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് എയർ ക്ലീനേഴ്സ്. അപ്പം എൻജിനിലേക്ക് എൻ്റർ ചെയ്യുന്ന എയർ ക്ലീൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എയർ ക്ലീനർ. അപ്പം എയർ ഇൻടേക്ക് മൂലമുണ്ടാകുന്ന ശബ്ദം കുറയ്ക്കുന്ന ഫംഗ്ഷനും ഈ എയർ ക്ലീനർ ചെയ്യുന്നുണ്ട്. ഇത് 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ലൈറ്റ് ഡ്യൂട്ടി എയർ ക്ലീനർ, മീഡിയം ഡ്യൂട്ടി എയർ ക്ലീനർ, ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ. അതിൽ ആദ്യത്തെയാണ് ലൈറ്റ് ഡ്യൂട്ടി എയർ ക്ലീനർ. അപ്പം ഇതിൽ വയർ മെഷ് എന്ന ഫിൽറ്ററിംഗ് എലമെൻ്റ് ആണുള്ളത്. ഈ കാണുന്നതാണ് വയർ മെഷ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഓയിൽ റിസർവോയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ റിസർവോയർ. ഈ ഓയിൽ റിസർവോയറിലാണ് ഓയിൽ ഉള്ളത്. അപ്പം അറ്റ്മോസ്ഫിയറിക് എയർ ഈ കാണുന്ന വിൻഡോ വഴിയും ഈ കാണുന്ന പാസേജ് വഴിയും, അതായത് ഈ 2 വിൻഡോയിലൂടെയും ഈ കാണുന്ന പാസേജിലൂടെയും അകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രവേശിച്ച എയർ ഈ ഓയിൽ സർഫസിലൂടെ പാസ് ചെയ്യുകയും അങ്ങനെ ഹെവി ഇമ്പ്യൂരിറ്റീസ് ഈ ഓയിലിൽ അടിഞ്ഞു ചേരുകയും ചെയ്യും. എന്നിട്ട് എയർ വയർ മെഷ് വഴി മുകളിലേക്ക് പോകുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഈ ഫിൽറ്ററിംഗ് എലമെൻറ്റിൽ അകപ്പെടുകയും എന്നിട്ട് ശുദ്ധീകരിച്ച എയർ ഇതുവഴി എൻജിനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ലൈറ്റ് ഡ്യൂട്ടി എയർ ക്ലീനറിൽ നടക്കുന്ന വർക്കിംഗ്. അടുത്ത ടൈപ്പാണ് മീഡിയം ഡ്യൂട്ടി എയർ ക്ലീനർ. അപ്പം ഈ ടൈപ്പ് എയർ ക്ലീനറിൽ പേപ്പർ ഫിൽട്ടർ എലമെൻ്റ് ആണുള്ളത്. അതിന് ചുറ്റും പ്ലാസ്റ്റിക് ഫിൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എയർ ഈ ക്ലീനറിനുള്ളിൽ കയറി ഈ ഫിൻസ് കാരണം കേസിങ്ങിൻ്റെയും ഫിൽട്ടർ എലമെൻറ്റിൻ്റെയും ഇടയിൽ ഹൈ റൊട്ടേഷണൽ സ്പീഡിൽ എയർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം ഭാരം കൂടിയ ഇമ്പ്യൂരിറ്റീസ് ഈ കേസിങ്ങിൻ്റെ സൈഡ് വാളിലേക്ക് അടിഞ്ഞു ചേരുന്നു. അപ്പോൾ ബാക്കി എയർ ഈ പേപ്പർ എലമെൻറ്റിലൂടെ കടന്ന് ശുദ്ധീകരിച്ച് ഇതുവഴി എൻജിനിലേക്ക് പോകുന്നു. ഇതാണ് മീഡിയം ഡ്യൂട്ടി എയർ ക്ലീനറിൻ്റെ വർക്കിംഗ്. അടുത്താണ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ. ഇതിൽ ഒരു സെൻട്രിഫ്യൂഗൽ പ്രീ ക്ലീനറും 2 ഫിൽറ്ററിംഗ് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് ഒരു ഓയിൽ റിസർവോയറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ എയർ
ഈ സെൻട്രിഫ്യൂഗൽ പ്രീ ക്ലീനർ വഴി എൻ്റർ ചെയ്യുമ്പോൾ എയറിനൊരു കറക്കം ഉണ്ടാവുന്നു, അതായത് ഒരു ടെർബുലൻസ് ഉണ്ടാവും, ഒരു ചുഴലി പോലെ ഉണ്ടാവും. അങ്ങനെ എയറിലെ ഭാരം കൂടിയ ഇംപ്യൂരിറ്റീസ് ഈ കാണുന്ന സ്ലോട്ട് വഴി പുറത്തേക്ക് തെറിക്കുന്നു. എന്നിട്ട് ബാക്കി എയർ ഈ പാസേജ് വഴി പാസ് ചെയ്ത് ഓയിൽ സർഫസിലൂടെ പാസ് ചെയ്ത് ഭാരം കൂടിയ ഇംപ്യൂരിറ്റീസിനെ ഓയിൽ അടിയിക്കുന്നു. പിന്നീട് ചെറിയ രീതിയിൽ ഓയിൽ കണ്ടന്റുള്ള എയർ വയർ വൂൾ മെഷ് വഴി പാസ് ചെയ്യുകയും അവിടെ നിന്നും ഓയിലിനെ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വയർ വൂൾ മെഷ് ഓയിലിൻ്റെ കണ്ടന്റിനെ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും ആ എയർ എന്ത് ചെയ്യുന്നു, ഈ രണ്ടാമത്തെ ഫിൽട്ടറിങ് എലമെൻ്റ് ആയിട്ടുള്ള വയർ മെഷിലേക്ക് പോകുന്നു. അവിടെ നിന്നും കൂടുതൽ ഫിൽട്ടറിങ് നടക്കുകയും ശുദ്ധീകരിച്ച എയർ എൻജിനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനറിൽ നടക്കുന്ന വർക്കിംഗ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്യൂവൽ ഫിൽട്ടർ. അപ്പം ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ സെഡിമെൻറ്റേഷൻ ടൈപ്പ് പ്രൈമറി ഫിൽട്ടർ, സെക്കൻഡറി ഫിൽട്ടർ എന്നീ 2 ഫിൽട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രൈമറി ഫിൽട്ടർ ഫീഡ് പമ്പിന് മുമ്പും സെക്കൻഡറി ഫിൽട്ടർ ഫീഡ് പമ്പിന് ശേഷവുമാണ് ഫിറ്റ് ചെയ്യുന്നത്. അതിലാദ്യത്തെയാണ് പ്രൈമറി ഫിൽട്ടർ. അപ്പോൾ ഇത് ഒരു പ്രൈമറി ഫിൽട്ടറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡീസൽ ഇൻലെറ്റ് വഴി പാസ് ചെയ്ത് ഈ കോണിക്കൽ ഡിഫ്യൂസറിലൂടെ പാസ് ചെയ്ത് ഈ പാസേജ് വഴി സെഡിമെൻറ്റ് ചേംബറിലേക്ക് എത്തുന്നു. ആ ഡീസൽ ഈ സെഡിമെൻറ്റ് ചേംബറിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഡീസൽ കണികളേക്കാൾ ഭാരം കൂടിയ ഇംപ്യൂരിറ്റീസ് സെഡിമെൻറ്റ് ചേംബറിൻ്റെ അടിത്തട്ടിൽ അവശേഷിച്ച് ഭാഗികമായി ശുദ്ധീകരിച്ച് ഡീസൽ ഔട്ട്ലെറ്റിലൂടെ ഫീഡ് പമ്പിലേക്ക് ഒഴുകുന്നു. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഇംപ്യൂരിറ്റീസിനെ വൃത്തിയാക്കുന്നതിനായിട്ട് ചേംബറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഡ്രെയിൻ പ്ലഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്താണ് സെക്കൻഡറി ഫിൽട്ടർ. ഫീഡ് പമ്പ് ചെയ്യുന്ന ഫ്യൂവല് സെക്കൻഡറി ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലൂടെ കടന്ന് ഫിൽട്ടർ എലമെൻറ്റ് വഴി സെഡിമെൻറ്റ് ചേംബറിലേക്ക് എത്തുന്നു. ഇവിടെ നിന്നും ഔട്ട്ലെറ്റിലേക്ക് ഫ്യൂവല് പാസ് ചെയ്യുന്നു. ഈ സമയത്ത് ഡീസലിൽ അവശേഷിക്കുന്ന വാട്ടർ കണ്ടന്റ് അബ്രസീവ് മെറ്റീരിയൽസും മറ്റും ഫിൽട്ടർ എലമെൻറ്റിലും സെഡിമെൻറ്റ് ചേംബറിലും അടിയുന്നു. ഇപ്രകാരം ഡീസലിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ചതിന് ശേഷം ഇഞ്ചക്ഷൻ പമ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് സെക്കൻഡറി ഫിൽറ്ററിൻ്റെ വർക്കിംഗ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്യൂവൽ ഫീഡ് പമ്പ്. അപ്പം ഡീസൽ എൻജിനിൽ ഡീസലിനെ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫീഡ് പമ്പ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്ലഞ്ചർ ആൻഡ് റിട്ടേൺ സ്പ്രിങ്, സ്പിൻഡിൽ, റോളർ ടാപ്പറ്റ്, സക്ഷൻ വാൽവ്, പ്രഷർ വാൽവ് അല്ലെങ്കിൽ ഡെലിവറി വാൽവ്. അപ്പം ഫീഡ് പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാം ഷാഫ്റ്റിൽ നിന്നാണ്. ക്യാം ഷാഫ്റ്റിലെ എക്സെൻട്രിക് ക്യാം റോളർ ടാപ്പറ്റിൽ പ്രഷർ ചെലുത്തുമ്പോൾ പ്ലഞ്ചർ ഈ സ്പ്രിങ്ങിനെ അമർത്തി താഴേക്ക് വരികയും സക്ഷൻ ചേംബറിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് സക്ഷൻ വാൽവ് അടയുന്നതിനും ഡെലിവറി വാൽവ് തുറക്കുന്നതിനും കാരണമാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഡെലിവറി വാൽവ് വഴി ഡീസൽ പ്ലഞ്ചറിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്നു. കുറച്ച് ഭാഗം ഔട്ട്ലെറ്റ് വഴി പോകുന്നുണ്ട്, എന്നാൽ കൂടുതൽ ഭാഗവും ഇതുവഴി പാസ് ചെയ്ത് പ്ലഞ്ചറിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നാൽ റോളർ ടാപ്പറ്റിൽ നിന്നും എക്സെൻട്രിക് ക്യാമിൻ്റെ പ്രഷർ റിലീസ് ആകുമ്പോൾ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ പ്ലഞ്ചർ മുകളിലേക്ക് വരുന്നു. ഇത് പ്ലഞ്ചറിൻ്റെ മുകളിലുള്ള ഡീസലിനെ ഔട്ട്ലെറ്റ് വഴി പമ്പ് ചെയ്യുകയും സക്ഷൻ ചേംബറിൽ ഒരു വാക്വം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സക്ഷൻ വാൽവ് തുറക്കുകയും ഡെലിവറി വാൽവ് അടയുകയും ചെയ്യുന്നു. അങ്ങനെ ചേംബറിൽ ടാങ്കിൽ നിന്നും ഡീസൽ വന്ന് നിറയുകയും ചെയ്യുന്നു. എൻജിന് ആവശ്യമായതിൽ കൂടുതൽ ഡീസൽ ഫീഡ് പമ്പ് ചെയ്യുമ്പോൾ ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവുകയും ഇത് പ്ലഞ്ചർ മുകളിലോട്ട് സഞ്ചരിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് തടയുന്നു. ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ബ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും.
അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് അല്ലെങ്കിൽ FIP. അപ്പം ഡീസൽ എഞ്ചിനിൽ FIP ഉപയോഗിക്കുന്നത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം ഡീസൽ ഉയർന്ന പ്രഷറിൽ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ഇഞ്ചക്ടറിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് FIP ഉപയോഗിക്കുന്നത്. ഇഞ്ചക്ഷൻ പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത് എഞ്ചിൻ ക്യാം ഷാഫ്റ്റിലെ ടൈമിംഗ് ഗിയറുകളിൽ നിന്നാണ്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 2 തരം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണുള്ളത്. അതിലൊന്നാണ് ജെർക്ക് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും. അതിലാദ്യത്തെ ടൈപ്പാണ് ജെർക്ക് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡെലിവറി വാൽവ്, പ്ലഞ്ചർ, കൺട്രോൾ സ്ലീവ്, കൺട്രോൾ റാക്ക് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇതിലൊരു ബാരലുണ്ട്. അതൊരു ചെറിയ സിലിണ്ടറാണ്. ഇതിലൊരു ഇൻലെറ്റ് പോർട്ടും ഒരു സ്പിൽ പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. ഇതൊരു പിസ്റ്റണാണ്. ഈ പിസ്റ്റൻ്റെ പെരിഫൽ റീജിയനിൽ അതായത് പെരിഫൽ സർഫസിൽ ഒരു ഗ്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കുറച്ച് മെറ്റൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാണുന്നതാണ് വെർട്ടിക്കൽ സ്ലോട്ട്. ഈ കാണുന്ന ഗ്രൂവിനെയാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. ഈ ഹെലിക്കൽ ആകൃതിയിൽ ഗ്രൂവ് ഉള്ള പ്ലഞ്ചറാണ് പമ്പിൻ്റെ ഡെലിവറി ക്വാണ്ടിറ്റി നിയന്ത്രിക്കുന്നത്. പ്ലഞ്ചറിന് മൂവ്മെൻറ്റ് ലഭിക്കുന്നത് FIP ക്യാം ഷാഫ്റ്റിലെ ക്യാമിൽ നിന്നാണ്. അതായത് ഈ FIPയിൽ ഒരു ചെറിയ ക്യാം ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്യാം ഷാഫ്റ്റിലെ ക്യാമിൽ നിന്നാണ് പ്ലഞ്ചറിന് മൂവ്മെൻറ്റ് ലഭിക്കുന്നത്. പ്ലഞ്ചർ BDCയിലായിരിക്കുമ്പോൾ, അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കുമ്പോൾ ഇൻടേക്ക് പോർട്ടും സ്പിൽ പോർട്ടും തുറന്നിരിക്കുന്നു. അങ്ങനെ ഇൻടേക്ക് പോർട്ട് വഴി വരുന്ന ഡീസൽ പ്ലഞ്ചറിൻ്റെ മുകളിൽ എത്തുന്നു. എന്നാൽ പ്ലഞ്ചർ മുകളിലേക്ക് ചലിക്കുമ്പോൾ ഈ 2 പോർട്ടുകളും അടയുകയും പ്ലഞ്ചറിൻ്റെ മുകളിലുള്ള ഡീസൽ കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഡെലിവറി വാൽവ് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് തുറക്കുകയും ഡീസൽ ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ പ്ലഞ്ചറിൻ്റെ റൊട്ടേഷൻ മൂലം ഹെലിക്കൽ ഗ്രൂവ് സ്പിൽ പോർട്ടിനെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ സ്പിൽ പോർട്ടുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഡീസൽ പ്രഷർ പ്ലഞ്ചറിൻ്റെ വെർട്ടിക്കൽ സ്ലോട്ടിലൂടെ ലീക്കാവുന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ത് ചെയ്യുന്നു? ഈ വെർട്ടിക്കൽ സ്ലോട്ടിലൂടെ ലീക്ക് ചെയ്യുന്നു. അതായത് ഡെലിവറി വാൽവിൻ്റെയും പ്ലഞ്ചറിൻ്റെയും ഇടയിലുള്ള പ്രഷർ കുറയുന്നു. അങ്ങനെ ഡെലിവറി വാൽവ് അടയുന്നു. ഈ പെട്ടെന്നുള്ള ക്ലോസിംഗ് മൂലം ഡെലിവറി സൈഡിലെ സ്പേസ് കൂടുന്നതിനും അവിടുത്തെ പ്രഷർ കുറയുന്നതിനും കാരണമാകുന്നു. ഇതുമൂലം ഇഞ്ചക്ടർ വളരെ പെട്ടെന്ന് ഡീസൽ സപ്ലൈ നിർത്തുന്നു. അങ്ങനെ ട്രിബിളിംഗ് അല്ലെങ്കിൽ സെക്കൻഡറി ഇഞ്ചക്ഷൻ കുറയ്ക്കുന്നു. എഞ്ചിൻ ആവശ്യങ്ങളനുസരിച്ച് ഡെലിവറി വാൽവിലൂടെ സപ്ലൈ ചെയ്യുന്ന ഡീസലിൻ്റെ അളവ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് പ്ലഞ്ചർ കൺട്രോൾ റാക്ക് വഴിയാണ് തിരിക്കുന്നത്. ഈ കാണുന്ന പ്ലഞ്ചർ കൺട്രോൾ റാക്ക് വഴിയാണ് തിരിക്കുന്നത്. പ്ലഞ്ചർ തിരിയുമ്പോൾ ഹെലിക്സ് ഓരോ സ്ട്രോക്കിലും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വെച്ച് സ്പിൽ പോർട്ടിനെ തുറക്കുന്നു. ഈ കാണുന്ന ഹെലിക്സ് ഓരോ സ്ട്രോക്കിലും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വെച്ച് സ്പിൽ പോർട്ടിനെ തുറക്കുന്നു. പ്ലഞ്ചറിൻ്റെ ലെഗ് ടൂത്തഡ് സ്ലീവിൻ്റെ സ്ലോട്ടുമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ടൂത്തഡ് സ്ലീവിൻ്റെ ടീത്തുകൾ കൺട്രോൾ റാക്കിൻ്റെ ടീത്തുകളുമായിട്ട് മെഷ് ചെയ്തിരിക്കുന്നു. കൺട്രോൾ റാക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് ആക്സിലേറ്റർ പെഡലുമായിട്ടാണ്. അങ്ങനെ പ്ലഞ്ചറിനെ ആക്സിലേറ്റർ പെഡൽ മുഖേന ആവശ്യാനുസരണം തിരിച്ച് ഫ്യൂൽ സപ്ലൈ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പ്ലഞ്ചറിൻ്റെ വെർട്ടിക്കൽ സ്ലോട്ടും സ്പിൽ പോർട്ടും തമ്മിൽ ചേരുമ്പോൾ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്നു. സാധാരണ ഡീസൽ എഞ്ചിനുകളിൽ നമ്മൾ സ്റ്റോപ്പർ ഉപയോഗിച്ചാണ് എഞ്ചിൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പർ വലിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെർട്ടിക്കൽ സ്ലോട്ടും സ്പിൽ പോർട്ടും തമ്മിൽ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂൽ സപ്ലൈ കട്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡീസൽ എഞ്ചിനുകളിൽ എഞ്ചിൻ ഓഫ് ആവുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് റോട്ടർ, സ്ലീവ്. ഈ സെൻട്രിൽ കൂടെ പോകുന്ന പാസേജിനാണ് സെൻട്രൽ പാസേജ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജ് എന്ന് പറയുന്നുണ്ട്. ഇതിനാണ് സക്ഷൻ പോർട്ട് എന്ന് പറയുന്നത്. ഇതിന് ഇൻടേക്ക് പോർട്ട്, ഇതിന് മീറ്ററിംഗ് പോർട്ട്,
ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ പോർട്ട്, ഇതിനെ ഡെലിവറി പോർട്ട്. ഇതിലെ വർക്കിങ്ങിലോട്ട് കിടക്കാം. ഇപ്പം ജെർക്ക് പമ്പിനെ അപേക്ഷിച്ച് ഇതിന് ഒരു പമ്പിംഗ് എലമെൻറ്റ് മാത്രമാണുള്ളത്. ഒരു റോട്ടറിൻ്റെ സഹായത്താലാണ് ഓരോ സിലിണ്ടറിലേക്കും കൃത്യസമയത്ത് കൃത്യ അളവിൽ ഡീസൽ എത്തിക്കുന്നത്. റോട്ടറിൻ്റെ മധ്യഭാഗത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജും എൻജിൻ സിലിണ്ടറുകളുടെ എണ്ണത്തിന് തുല്യമായിട്ടുള്ള സക്ഷൻ പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സക്ഷൻ പോർട്ട്. ഇതുപോലെ സെക്ഷൻ എയിൽ ഡീസൽ ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജിലേക്ക് വരുന്നതിനായിട്ട് ഒരു മീറ്ററിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് മീറ്ററിംഗ് പോർട്ട് എന്ന് പറയുന്നത്. അത് സ്ലീവിനാണുള്ളത്. ഇതുപോലെ തന്നെ സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ 4 ഹോളുകൾ, അതായത് 4 ഡെലിവറി പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോന്നും ഡെലിവറി പോർട്ടുകളാണ്. ഇതിൻ്റെ റോട്ടറിൻ്റെ സെക്ഷനിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ റോട്ടറിൻ്റെ സെക്ഷനിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ പോർട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജുമായിട്ടാണ് കണക്ട് ആവുന്നത്. കണക്ട് ആവുന്നു. ഈ സ്ലീവിലെ ഓരോ ഡെലിവറി പോർട്ടും ഇഞ്ചക്ടറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് ഹൈ പ്രഷർ ഡെലിവറി പൈപ്പ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. റോട്ടർ തിരിയുമ്പോൾ സക്ഷൻ പോർട്ട് ഓരോന്നായി ഇൻടേക്ക് പോർട്ടുമായിട്ട് കണക്ട് ആവുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ പോർട്ട് ഓരോ ഡെലിവറി പോർട്ടുമായിട്ട് കണക്ട് ആവുന്നു. റോട്ടറിൻ്റെ അടിഭാഗത്തുള്ള ഒരു ചേംബറിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചലിക്കുന്ന 2 പ്ലഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്ലഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റോട്ടറിൻ്റെ കൂടെ റോൾ ചെയ്യുന്ന 2 റോളറും കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് റോളർ എന്ന് പറയുന്നത്. ഇവിടെ റോളർ ഷൂ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം, അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് ഡയമീറ്റർ കൂടുതലും, അതായത് ഈ ഡയമീറ്റർ കൂടുതലും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഡയമീറ്റർ കുറവാണ്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇവിടുത്തെ ഡയമീറ്റർ കുറവും ഇവിടുത്തെ ഡയമീറ്റർ കൂടുതലുമാണ്. ഈ ഭാഗത്തിനെ ക്യാം ലോബ് എന്നാണ് പറയുന്നത്. ഇതുമൂലം റോട്ടർ തിരിയുമ്പോൾ റോളറുകൾ ക്യാം റിങ്ങിൻ്റെ ഉൾഭാഗത്തുള്ള ക്യാം ലോബുകളിൽ തട്ടി ഈ റോളറുകൾ പ്ലഞ്ചറിനെ അകത്തോട്ടും പുറത്തോട്ടും തള്ളുന്നു. ഇത് കാരണം ഈ ഭാഗത്ത് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഈ മീറ്ററിംഗ് റോഡ് വഴി, അല്ലെങ്കിൽ മീറ്ററിംഗ് പോർട്ട് വഴി ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജിലൂടെ ഫ്യൂല് വന്ന് ഇവിടെ നിറയും. ഇനി എപ്പോഴാണോ പ്ലഞ്ചർ അകത്തേക്ക് സഞ്ചരിക്കുന്നത്, അപ്പോൾ ഇവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഇവിടെയുള്ള ഫ്യൂല്, നേരത്തെ വന്ന് നിറഞ്ഞ ഫ്യൂല് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ പാസേജ് വഴി, ഡിസ്ട്രിബ്യൂട്ടർ പോർട്ട് വഴി, സ്ലീവിൻ്റെ ഡെലിവറി പോർട്ട് വഴി കൃത്യമായ ഇടവേളകളിൽ ഇഞ്ചക്ടറിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് പമ്പിൻ്റെ, FIP പമ്പിന്, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്യൂൽ ഇഞ്ചക്ടർ. ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്ത് കൃത്യമായ അളവിൽ സിലിണ്ടറിലേക്ക് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നോസിൽ ബോഡി, വാൽവ്, സ്പിൻഡിൽ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇപ്പോൾ നോസിൽ ഹോൾഡറിലുള്ള സ്പ്രിംഗ് ലോഡഡ് സ്പിൻഡിൽ നോസിൽ വാൽവിനെ നോസിൽ ബോഡിയിലുള്ള വാൽവ് സീറ്റിൽ ശരിയായ വിധത്തിൽ ലീക്ക് ഇല്ലാതെ ഉറപ്പിച്ച് നിർത്തുന്നു. ഉയർന്ന പ്രഷറോട് കൂടി FIPയിൽ നിന്നും നോസിലിൻ്റെ ഇൻലെറ്റിലേക്ക് ഫ്യൂവല് പ്രവേശിക്കുമ്പോൾ നോസിൽ വാൽവ് അതിൻ്റെ സീറ്റിൽ നിന്നും സ്പ്രിംഗ് ഫോഴ്സിനെതിരായിട്ട് മുകളിലേക്ക് ചലിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഡീസൽ നോസിൽ വാൽവിലൂടെ അറ്റോമൈസ്ഡ് രൂപത്തിൽ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്യുന്നു. FIPയിൽ നിന്നും ഡെലിവറി നിൽക്കുന്ന നിമിഷത്തിൽ സ്പിൻഡിൽ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ നോസിൽ വാൽവിനെ അതിൻ്റെ സീറ്റിലേക്ക് പ്രസ് ചെയ്യുകയും വാൽവ് അടയ്ക്കുകയും ചെയ്യുന്നു. നോസിൽ വാൽവിൻ്റെയും സ്പിൻഡിൻ്റെയും ലൂബ്രിക്കേഷൻ ആവശ്യമായ അല്പം ഡീസൽ വാൽവിലൂടെ മുകളിലോട്ട് കയറി ലീക്ക് ഓഫ് പോർട്ട് വഴി പുറത്തേക്ക് പോകുന്നു. ഇഞ്ചക്ടറിൻ്റെ മുകളിലുള്ള അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ സഹായത്താലാണ്
സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ടൈപ്സ് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ടർ. അപ്പോൾ ഇത് 3 തരത്തിലാണുള്ളത്: ഹോൾ ടൈപ്പ്, പിൻഡിൽ ടൈപ്പ്, പിൻടോക്സ് ടൈപ്പ്. ഇതിൽ ഹോൾ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഹോൾ ടൈപ്പ് നോസിലുകൾ ഉപയോഗിക്കുന്നത് ഓപ്പൺ ടൈപ്പ് കംപ്രഷൻ ചേമ്പർ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് കൂടുതലായിട്ടും ഈ ഹോൾ ടൈപ്പ് ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. രണ്ടാമതാണ് പിൻഡിൽ ടൈപ്പ്. അപ്പോൾ പിൻഡിൽ ടൈപ്പ് ഉപയോഗിക്കുന്നത് പ്രീ കംപ്രഷൻ ചേമ്പറിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ്. പിൻഡിൽ ടൈപ്പ് നോസിലുകളുടെ സിലിണ്ടർ ആകൃതിയിലുള്ള നീഡിൽ വാൽവ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനാൽ ഡീസലിനെ കോൺ ആകൃതിയിൽ സ്പ്രേ ചെയ്യുന്നു. സെൽഫ് ക്ലീനിങ് ടൈപ്പ് നോസിലുകളാണ്. അടുത്ത ടൈപ്പാണ് പിൻടോക്സ് ടൈപ്പ്. ഇപ്പോൾ പിൻഡിൽ ടൈപ്പ് നോസിലുകളിൽ നിന്നും വ്യത്യാസമായി ഇതിൽ നോസിൽ ബോഡിയിൽ ഒരു ഓക്സിലറി ഹോള് ഡ്രില്ല് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓക്സിലറി ഹോള് ഈ കാണുന്നത്. അപ്പോൾ ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ട ഡീസലിൻ്റെ 10% നീഡിൽ വാൽവ് തുറക്കുന്നതിന് മുമ്പേ ഈ ഹോളിലൂടെ കംപ്രഷൻ ചേമ്പറിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഈ 10% ഡീസൽ വായുവുമായി കൂടിക്കലർന്ന് ശരിയായ ടർബുലൻസ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനാൽ നീഡിൽ വാൽവ് തുറക്കുമ്പോൾ ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ട ഡീസൽ വളരെ വേഗത്തിൽ ഒരേപോലെ കത്തുകയും ചെയ്യുന്നു. പിൻടോക്സ് നോസിലുകൾ ഉപയോഗിക്കുമ്പോൾ ഹീറ്റർ പ്ലഗിൻ്റെ സഹായമില്ലാതെ തന്നെ എൻജിൻ സ്റ്റാർട്ടാവുന്നു. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഇഞ്ചക്ടർ ടെസ്റ്റിംഗ്. ഇപ്പോൾ ഇഞ്ചക്ടർ പ്രഷർ പരിശോധിച്ച് ക്രമീകരിക്കുന്ന ടെസ്റ്റാണ് ഇഞ്ചക്ടർ ടെസ്റ്റിംഗ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 3 ടെസ്റ്റുകളാണ് ഡീസൽ ഇഞ്ചക്ടറുകൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇഞ്ചക്ടർ ടെസ്റ്റർ. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇഞ്ചക്ടർ ടെസ്റ്റർ. 3 ടെസ്റ്റിംഗ് ആണുള്ളത്: പ്രഷർ ടെസ്റ്റ്, ലീക്ക് ടെസ്റ്റ്, സ്പ്രേ ടെസ്റ്റ്. ഇതിൽ ആദ്യത്തെ ടെസ്റ്റാണ് പ്രഷർ ടെസ്റ്റ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ പ്രഷർ പരിശോധിച്ച് ക്രമീകരിക്കുന്ന ടെസ്റ്റാണ് പ്രഷർ ടെസ്റ്റ്. ഇഞ്ചക്ടർ ടെസ്റ്റിൻ്റെ പ്രഷർ പൈപ്പിൽ ഇഞ്ചക്ടർ ഉറപ്പിച്ച ശേഷം ഹാൻഡ് പമ്പ് പ്രവർത്തിപ്പിക്കുന്നു. നോസിൽ വാൽവ് തുറക്കുന്ന നിമിഷത്തിൽ പ്രഷർ ഗേജിൽ നോക്കി ഓപ്പണിംഗ് പ്രഷർ മനസ്സിലാക്കുന്നു. ഇത് ആവശ്യത്തിൽ കുറവാണ് എങ്കിൽ ചെക്ക് നട്ട് ലൂസാക്കിയ ശേഷം അഡ്ജസ്റ്റിംഗ് സ്ക്രൂ മുറുക്കി ക്രമീകരിക്കുന്നു. സ്പെസിഫൈഡ് പ്രഷറിലും കൂടുതലാണെങ്കിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ലൂസാക്കുകയാണ് ചെയ്യുന്നത്. ചെക്കിങ്ങിനും അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം ലോക്ക് നട്ട് ലോക്ക് ചെയ്ത ശേഷം ക്യാപ്പ് ഉറപ്പിക്കുന്നു. ചില ഇഞ്ചക്ടറുകളിൽ അഡ്ജസ്റ്റ് സ്ക്രൂവിന് പകരം ഷിമ്മുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടെസ്റ്റാണ് ലീക്ക് ടെസ്റ്റ്. അപ്പം ഇഞ്ചക്ടറിൻ്റെ ഡീസൽ ലീക്ക് പരിശോധിക്കുന്ന ടെസ്റ്റാണ് ലീക്ക് ടെസ്റ്റ്. പ്രഷർ പൈപ്പ് ഇഞ്ചക്ടർ ഉറപ്പിച്ച ശേഷം ഒരു സ്പെസിഫൈഡ് പ്രഷറിൽ ഏതാണ്ട് 10 സെക്കൻഡ് നേരം പമ്പ് ലിവർ അമർത്തി പിടിക്കുക. ഈ സമയത്ത് നോസിൽ ബോഡിയിൽ ഡീസലിൻ്റെ നനവോ തുള്ളികളോ പ്രത്യക്ഷപ്പെട്ടാൽ ഇഞ്ചക്ടർ അയച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും പരിശോധിക്കുക. അടുത്ത ടെസ്റ്റാണ് സ്പ്രേ ടെസ്റ്റ്. ഇഞ്ചക്ടറിൻ്റെ സ്പ്രേ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റിംഗ് ആണ് സ്പ്രേ ടെസ്റ്റ്. പ്രഷർ പൈപ്പിൽ ഇഞ്ചക്ടർ ഉറപ്പിച്ച ശേഷം പ്രഷർ ഗേജ് വാൽവ് അടയ്ക്കുന്നു. പമ്പ് പ്രവർത്തിപ്പിച്ച് ഇഞ്ചക്ടർ പ്രവർത്തിപ്പിക്കുന്നു. ശരിയായ രീതിയിൽ കണിക രൂപത്തിലാണ് ഇഞ്ചക്ഷൻ നടക്കുന്നതെങ്കിൽ ഇഞ്ചക്ടർ ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ഒഴുകുന്ന ദ്രാവക രൂപത്തിലാണ് ഡീസൽ പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇഞ്ചക്ടർ അഴിച്ച് വാൽവ് സീറ്റും വാൽവ് ഫേസും ഫേസിങ്ങിന് വിധേയനാക്കുകയും വീണ്ടും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ സ്പ്രേ സൗണ്ടും സ്പ്രേ ആകൃതിയും പരിശോധിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഗവർണേഴ്സ്. ഇപ്പം പെട്രോൾ എഞ്ചിനിൽ കാർബറേറ്ററാണ് പലതരം സ്പീഡിലും ലോഡ് കണ്ടീഷനിലും ഫ്യൂൽ ഡെലിവറി കൺട്രോൾ ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനിൽ ഫ്യൂൽ ഡെലിവറി ഇഞ്ചക്ഷൻ പമ്പിൻ്റെയും എയർ ഇൻടേക്കിൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം എഞ്ചിൻ്റെ സ്പീഡിനും ലോഡിനും അനുസരിച്ച് FIP സപ്ലൈ ചെയ്യുന്ന ഡീസലിൻ്റെ അളവ് ക്രമീകരിച്ച് എഞ്ചിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗവർണേഴ്സാണ്. അടുത്താണ് ടൈപ്സ് ഓഫ് ഗവർണേഴ്സ്. ഗവർണർ 3 തരത്തിലാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഗവർണർ, ന്യൂമാറ്റിക് ഗവർണർ, ഹൈഡ്രോളിക് ഗവർണർ.
അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് മെക്കാനിക്കൽ ഗവർണർ. ഇതിൽ എഞ്ചിനിൽ നിന്നും ഡ്രൈവ് ലഭിക്കുന്ന ഒരു ഷാഫ്റ്റിൽ 2 സ്പ്രിംഗ് ലോഡഡ് വെയിറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ക്രാങ്ക് ലിവറിന്റെ ഒരറ്റത്ത് സെൻട്രിഫ്യൂഗൽ വെയിറ്റും മറ്റേ അറ്റത്ത് ഗവർണർ ഷാഫ്റ്റിലുള്ള സ്ലീവിന്റെ ഫ്ലാഞ്ചിന്റെ അടിഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. എഞ്ചിൻ സ്പീഡ് വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മുഖേന വെയിറ്റുകൾ സ്പ്രിംഗ് ഫോഴ്സിന് എഗൈൻസ്റ്റ് ആയിട്ട് ചലിക്കുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിനെ മറികടക്കുമ്പോൾ ബെൽ ക്രാങ്ക് ലിവർ സ്ലീവിനെ മുകളിലോട്ട് ചലിപ്പിക്കുകയും ഈ ചലനം കൺട്രോൾ ലിവർ വഴി കൺട്രോൾ റാക്കിനെ ഫ്യൂവൽ സപ്ലൈ അളവ് കുറയ്ക്കുന്ന ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കുന്നു. ഇങ്ങനെ സ്പീഡ് കുറയുമ്പോൾ ബെൽ ക്രാങ്ക് ലിവർ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ഇത് കൺട്രോൾ റാക്കിനെ എതിർദിശയിലേക്ക് ചലിപ്പിച്ച് ഫ്യൂവൽ ഡെലിവറി ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എഞ്ചിൻ സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നു. ഇതാണ് മെക്കാനിക്കൽ ഗവർണറിന്റെ വർക്കിംഗ്. അടുത്തായിട്ട് നമ്മൾ ന്യൂമാറ്റിക് ഗവർണറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വെഞ്ചറി യൂണിറ്റ്, ഡയഫ്രം യൂണിറ്റ് എന്നീ 2 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. വെഞ്ചറി യൂണിറ്റ് എഞ്ചിന്റെ ഇൻലെറ്റ് മാനിഫോൾഡിനോടും ഡയഫ്രം യൂണിറ്റ് FIPയിലുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ 2 യൂണിറ്റുകളും തമ്മിൽ ഒരു വാക്വം പൈപ്പ് മുഖേന ബന്ധിപ്പിച്ചിരിക്കുന്നു. ആക്സിലേറ്റർ പെഡലിന്റെ ചലനം വെഞ്ചറി യൂണിറ്റിലെ ഫ്ലൈ വീൽ വാൽവിനെ ചലിപ്പിക്കുന്നു. ഇത് ഇൻലെറ്റ് മാനിഫോൾഡിലെ വാക്വം പൈപ്പ് വഴി ഡയഫ്രം യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഡയഫ്രത്തെ ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. കൺട്രോൾ റാക്ക് ഡയഫ്രത്തിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കൺട്രോൾ റാക്കും ഇതിനോടൊപ്പം ചലിക്കുന്നു. ഈ ചലനം ഫ്യൂവൽ സപ്ലൈ നിയന്ത്രിക്കുന്നു. ഇപ്രകാരം ആക്സിലേറ്റർ പെഡലിന്റെ ചലനം കൺട്രോൾ റാക്കിനെ ചലിപ്പിച്ച് സ്പീഡ് നിയന്ത്രിക്കുന്നു. ഡയഫ്രം യൂണിറ്റിൽ ഒരു ഐഡിയലിംഗ് സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഐഡിയലിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂമാറ്റിക് ഗവർണർ ഒരു ഓൾ സ്പീഡ് ഗവർണറും കൂടിയാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഹൈഡ്രോളിക് ഗവർണേഴ്സ്. എഞ്ചിന്റെ കൺട്രോൾഡ് സ്പീഡിൽ ഫ്ലൈ വെയിറ്റ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ വെയിറ്റ്, ഇതിനാണ് ഫ്ലൈ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലൈ വെയിറ്റ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ വെയിറ്റ് കറങ്ങുമ്പോൾ പൈലറ്റ് വാൽവ് പോർട്ടിനെ ക്ലോസ് ചെയ്യുന്നു. ഈ പൈലറ്റ് വാൽവ് ഈ കാണുന്ന പോർട്ടിനെ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഓയിലിൻ്റെ ഫ്ലോ തടയുന്നു. ഇതുവഴിയുള്ള ഓയിലിൻ്റെ ഫ്ലോ തടയുകയാണ് ചെയ്യുന്നത്. എൻജിൻ ലോഡ് കൂടുമ്പോൾ ഗവർണർ സ്പീഡ് കുറയുകയും ഫ്ലൈ വെയിറ്റ് താഴേക്ക് ചലിച്ച് പൈലറ്റ് വാൽവിനെ താഴേക്കും ചലിപ്പിക്കുന്നു. അങ്ങനെ ഈ പോർട്ട് ഓപ്പൺ ആകുകയും ഹൈ പ്രഷർ ഉള്ള ഓയിൽ പവർ പിസ്റ്റന്റെ അടിഭാഗത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ ഓയിൽ പ്രഷർ ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുകയും പിസ്റ്റണിനെ മുകളിലോട്ട് ചലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ത്രോട്ടിൽ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്ത് ഫ്യൂവൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി എൻജിൻ ലോഡ് കുറയുമ്പോൾ ഗവർണർ സ്പീഡ് കൂടുകയും ഫ്ലൈ വെയിറ്റ് മുകളിലേക്ക് ചലിക്കുമ്പോൾ പൈലറ്റ് വാൽവും കൂടി മുകളിലേക്ക് ചലിക്കുന്നു. അങ്ങനെ ഈ ഓയിൽ സപ്ലൈ വരുന്ന പോർട്ട് അടയുകയും ഡ്രെയിനേജിലേക്ക് പോകുന്ന പോർട്ട് തുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ വന്ന് നിറഞ്ഞിട്ടുള്ള ഓയിൽ ഈ ഡ്രെയിനേജ് വഴി ഓയിൽ സമ്പിലേക്ക് തിരിച്ചു പോകുന്നു. ഈ പിസ്റ്റൺ, പവർ പിസ്റ്റൻ്റെ സ്പ്രിംഗ് ഫോഴ്സ് കാരണം പിസ്റ്റൺ താഴേക്ക് വരികയും അങ്ങനെ ത്രോട്ടിൽ വാൽവ് ഫ്യൂവൽ സപ്ലൈ കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഹീറ്റർ പ്ലഗ് അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ്. അപ്പോൾ ഈ ഗ്ലോ പ്ലഗ് ഉപയോഗിക്കുന്നത് തണുത്ത കാലാവസ്ഥയിൽ കമ്പഷൻ ചേമ്പറിലെ എയർ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് 1500 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ വരെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഗ്ലോ പ്ലഗിന് എത്തിക്കാൻ സാധിക്കും. അത്രയും ടെമ്പറേച്ചർ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രീ കമ്പഷൻ ചേമ്പറിലാണ്. അപ്പോൾ ഗ്ലോ പ്ലഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എല്ലാ സിലിണ്ടറുകളുടെയും ഇഞ്ചക്ടറിൻ്റെ അടിഭാഗത്തായിട്ട് സിലിണ്ടർ ഹെഡ് ത്രെഡ് ചെയ്തിട്ടാണ് ഗ്ലോ പ്ലഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോ പ്ലഗിൻ്റെ ടിപ്പ് പ്രീ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. ഇതാണ് ഗ്ലോ പ്ലഗ്, ഇത് ഇഞ്ചക്ടറാണ്. ഈ പ്രീ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടിപ്പ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലോ പ്ലഗ് ഓൺ ആക്കുന്നത് ഇഗ്നിഷൻ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് മഫ്ലേഴ്സ് അല്ലെങ്കിൽ സൈലൻസേഴ്സ്.
എൻജിൻ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ എക്സോസ്റ്റ് ഗ്യാസ് ആണ് റിലീസ് ആവുന്നത്. ഈ ഹൈ പ്രഷർ ഗ്യാസ് വളരെ വലിയ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ എൻജിൻ എക്സോസ്റ്റിൽ നിന്നും എക്സോസ്റ്റ് പൈപ്പ് മുഖേന സൈലൻസറിൽ കണക്ട് ചെയ്യുന്നു. ഇതിൽ പലതരത്തിലുള്ള മഫ്ലേഴ്സ് ആണുള്ളത്. ബാഫിൽ ടൈപ്പ്, റെസൊണൻസ് ടൈപ്പ്, അബ്സോർബർ ടൈപ്പ്, കമ്പൈൻഡ് റെസൊണൻസ് ആൻഡ് അബ്സോർബർ ടൈപ്പ്. ഈ 4 ടൈപ്പിലാണ് മഫ്ലേഴ്സ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് ബാഫിൽ ടൈപ്പ്. ഈ ടൈപ്പ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിനുള്ളിൽ കുറേ ബാഫിൽ പ്ലേറ്റ് സ്പോട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പാസേജ് ക്ലോസ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് പാസേജ് ചെയ്യുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് പാസേജ് ഒഴിവാക്കി ആ സൗണ്ട് എന്ത് ചെയ്യുന്നു, ഇതുവരെ കുറേ പാത്ത് വഴി സഞ്ചരിച്ച് ഈ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഫിഷ്യൻസി ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് എൻജിൻ്റെ പവർ കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അടുത്ത ടൈപ്പാണ് റെസൊണൻസ് ടൈപ്പ്. ഈ ടൈപ്പിനെ ഹെലംഹോൾട്സ് ടൈപ്പ് എന്നും പറയുന്നുണ്ട്. ഇതിൽ റെസൊണേറ്റർ സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ പൈപ്പും കൊടുത്തിട്ടുണ്ട്. അതിൽ പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹാർമോണിക്സ് വേവ്സിനെ എല്ലാം ഈ റെസൊണേറ്റർ അബ്സോർവ് ചെയ്യുന്നു. അങ്ങനെ സൗണ്ടിനെ കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്ത ടൈപ്പാണ് അബ്സോർബർ ടൈപ്പ്. ഇതിൽ അബ്സോർബിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ ഗ്ലാസ് ആണ്. ഇത് എക്സോസ്റ്റ് ഗ്യാസ് പാസ് ചെയ്യുന്ന ട്യൂബിൻ്റെ ചുറ്റും ഒരു പെർഫുറേറ്റഡ് ട്യൂബിലാണ് ഫൈബർ ഗ്ലാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ സൗണ്ട് അബ്സോർബർ, അതായത് ഗ്ലാസ് ഫൈബർ സൗണ്ട് അബ്സോർവ് ചെയ്യുകയും നോയ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് കമ്പൈൻഡ് റെസൊണൻസ് ആൻഡ് അബ്സോർബർ ടൈപ്പ്. ഈ ടൈപ്പ് മഫ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസൊണൻസ് മഫ്ലറിൻ്റെയും അബ്സോർബർ ടൈപ്പ് മഫ്ലറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ടിനെ അബ്സോർവ് ചെയ്യാൻ സാധിക്കും.